നമസ്കാരം. ഉച്ചനേരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം ഉള്ളത് കൊച്ചിയിൽ മാജിക് ടച്ച് ഇൻറ്റീരിയേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന സോളി സോണിയാണ്. സോളി, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോളി, ഒരു ഇൻറ്റീരിയർ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഇന്നിപ്പം അതിന് വളരെയേറെ പ്രസക്തിയുള്ളൊരു കാലമാണ്. മുമ്പ് പോലെയല്ല. മുമ്പൊക്കെ കാലങ്ങളിൽ എങ്ങനെ പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റിനെ വിളിക്കും, നമ്മളൊരു വീട് ആർക്കിടെക്റ്റിനെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനു മുൻപുള്ള കാലം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പിന്നെയാണ് ആർക്കിടെക്റ്റ് വന്നാലുള്ള ഗുണം മനസ്സിലാക്കി ഒരു ആർക്കിടെക്റ്റിനെ വിളിച്ച് വീട് പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ഒരു ചിന്ത വന്നത്. എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരാൾ എപ്പോഴാണ്, ഏത് സമയത്താണ് ഇൻറ്റീരിയർ ഡിസൈനറിനെ വിളിക്കേണ്ടത്? നമ്മളൊരു വീട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇന്റീരിയറിനെ കുറിച്ചും കൂടെ ചിന്തിക്കണം. കാരണം ഇന്റീരിയറിന്റെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഒരു വീട് ചെയ്യുമ്പം അതിൽ പല സംഗതികൾ, ലൈറ്റിന്റെ പോയിന്റ്, അത് കാരണം ഒരു റൂം എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ മൂഡിനനുസരിച്ച് എങ്ങനെ ഒരു റൂം നമ്മൾ ഒരു തീമിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഒരു ഇന്റീരിയർ ഡിസൈനറുടെയും ആവശ്യമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും വീട് പണിയുന്നത്. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇന്റീരിയറിന്റെ സംഗതികളെല്ലാം ആലോചിച്ച് തുടങ്ങിയാലുള്ള ഇത് നമ്മുടെ ബഡ്ജറ്റിന് അതീതമായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ ആദ്യം തന്നെ അതിനെക്കുറിച്ചൊരു അതെ, അതിലെ ലാസ്റ്റ് എല്ലാവരും വീട് പണിത് ഒരു സ്ട്രക്ചർ പണിത് കഴിഞ്ഞ് ഒരു ഇന്റീരിയർ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അതിനനുസരിച്ച് തികയില്ല. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ചും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് തീർക്കാൻ പറ്റും. അതെ, എല്ലാവരും വിചാരിക്കുന്നത് എന്താ അറിയാമോ, ഞാനടക്കം ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വര ഒരുപാട് കാശാവില്ലേ എന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് അത് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചില ചേഞ്ചസ് വരുത്തണമെന്ന് കാണും. അത് ആദ്യമേ നമ്മൾ തീരുമാനിക്കില്ല. ലാസ്റ്റ് മൊമെന്റിലായിരിക്കും പലരും അയ്യോ ഇവിടെ ഒരു ഇതാവായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലഗ് ആവാമായിരുന്നു, അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ടാവാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് വെക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത്. പിന്നെ ഇടിച്ച് അല്ലേ, ഇവിടെ ഒരു ഇന്റീരിയർ ഡിസൈനർ തീർച്ചയായിട്ടും നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നല്ല. നമ്മളിപ്പോ ഒരു ആർക്കിടെക്ട് ഡ്രോയിങ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടേതായ സെപ്പറേറ്റ് ഡ്രോയിങ്ങുകളുണ്ട്. ഡ്രോയിങ് ഉണ്ട്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇന്ന സ്ഥാനത്ത് ഇന്ന സംഗതികൾ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളും കൊടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നമുക്കൊരു പൊളിച്ചു പണിയൽ ആവശ്യം വരില്ല. കാരണം നമ്മൾ ഇന്റീരിയർ ഡിസൈനർ ഇല്ലാതെ ലാസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പല സംഗതികളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഒത്തിരി ലൈറ്റ് പോയിന്റ്സ് സെപ്പറേറ്റ് ഇടേണ്ടി വരും. അതൊക്കെ നമ്മൾ ആദ്യം വീട് പണിയുന്ന കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം വളരെ ശ്രദ്ധയിൽ വെക്കുക. നമ്മളൊരു ആർക്കിടെക്റ്റിനെ വിളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനറിനെ വിളിച്ചാൽ ഒരുപാട് നഷ്ടം ഇല്ലാതാവും. തീർച്ചയാണ് അല്ലേ? സോളി, നമ്മളിപ്പം ഒരു പല ക്ലയൻസും പലതരത്തിലുള്ള ക്ലയൻസ് വന്നിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം പ്ലാനും ചെയ്യുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ, ഒരു വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ തരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ക്ലയന്റുമായിട്ട് ഒരു മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരുടേതായ ഇഷ്ടങ്ങൾ കുറെ ചോദിച്ച് മനസ്സിലാക്കും. മെയിൻ തിങ് കളറ് പലരുടെയും തിങ്കിങ് പല ഒരു തിങ്കിങ് ആയിരിക്കും കളറിനെ കുറിച്ച്. അപ്പം നമുക്ക് പൂർണ്ണമായി നമ്മളെ ഏൽപ്പിച്ചാലും നമ്മൾ അവരിൽ നിന്ന് കളറിനെ കുറിച്ചുള്ള സംഗതികൾ, അവരുടെ ബഡ്ജറ്റ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ ഒരു സംശയം കാണും. ഇപ്പം നമ്മൾ വീട് വെക്കാൻ, അല്ലെങ്കിൽ പലരും വീട് വെക്കുന്ന സ്റ്റേജോ അല്ലെങ്കിൽ തുടങ്ങുന്ന സ്റ്റേജോ ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ACV വിളിച്ചാൽ സോളി നിങ്ങൾക്ക് വേണ്ടുന്ന അഡ്വൈസ് തരുന്നതായിരിക്കും. സോളി, ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഓരോരോ റൂംസായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം സപ്പോസ് ആദ്യം നമ്മൾ ഒരു ഫ്ലാറ്റ് ആണെങ്കിലും വീടുകളാണെങ്കിൽ ചില വീടുകൾക്ക് വരാൻഡ കാണും. ആ വരാൻഡ തൊട്ട് തന്നെ വരും. അത് കഴിഞ്ഞ് ലിവിങ് റൂമാണ് മെയിനായിട്ട് ഒരാളെ ഏറ്റവും ആകർഷിക്കുന്ന, ഗസ്റ്റിനെ ആകർഷിക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി വരുന്നത് ലിവിങ് റൂമിലോട്ടാണ് ആദ്യം. ഈ ലിവിങ് റൂമിൻ്റെ ഇതിൽ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് വേണ്ടത്? ലിവിങ് റൂമിൽ നമ്മൾ ഒരിക്കലും ജാസി കളേഴ്സ് കൊടുക്കാറില്ല. അതായത്
അതായത് ലിവിംഗ് റൂമിൽ കൂടുതലും ലൈറ്റ് ഫിറ്റിംഗ്സിനാണ് പ്രാധാന്യം. അതായത് LED ലൈറ്റ്സ്, പിന്നെ ലിവിംഗ് റൂമിൽ TV യൂണിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒത്തിരി കളേഴ്സ്, അതായത് ഇപ്പം പിള്ളേരുടെ റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ ഡാർക്ക് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അതൊന്നും നമ്മൾ ഡാർക്ക് മീൻസ് ഇപ്പൊ റെഡ്, ഡാർക്ക് പിങ്ക് അങ്ങനെയുള്ള കളറുകളൊന്നും കൂടുതൽ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് കൊടുക്കാറില്ല. കാരണം അവിടെ ഒരു വാം അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്. അതെ, ലിവിംഗ് റൂം ചിലയിടത്ത് ലിവിംഗ് കം ഡൈനിങ്ങും കാണും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തും ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ ആയിരിക്കണം അല്ലേ? അതിന് അനുസരിച്ചിട്ടുള്ള ഫർണിച്ചർ ആയിരിക്കണം, അതിന് അനുസരിച്ചിട്ടുള്ള കേർട്ടൻസ് ആയിരിക്കണം അല്ലേ? മെയിൻ ഇതെന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബെഡ്റൂംസ്, ഒരു വീട്ടിൽ മിനിമം 2 ബെഡ്റൂം വീടുകളുണ്ടാവും, 3 ബെഡ്റൂം ഇതുണ്ടാവും. എങ്ങനെയാണ് ഈ റൂംസിന്റെ ഇതിൽ നോക്കുന്നത്? ചിലത് വലിയ റൂംസ് ആയിരിക്കും, ചിലത് ചെറിയ ബെഡ്റൂംസ് ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? റൂംസിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂമുകളുണ്ട്. കിഡ്സ് റൂം, മാസ്റ്റർ ബെഡ്റൂം, ഗസ്റ്റ് റൂം, അങ്ങനെ പല രീതിയിൽ നമ്മൾ റൂമിനെ തിരിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ആ റൂമിലുള്ളവരുടെ ഏജ്, അവരുടെ ഒരു കളർ, അവരുടെ ഒരു ടേസ്റ്റ്, ഇത് രണ്ടും നോക്കിയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്യുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഇപ്പൊ ഒത്തിരി വലുതാണെങ്കിൽ നമുക്ക് ഏത് കളർ സൂട്ട് ചെയ്യും. ഇപ്പൊ കുറച്ച് ചെറിയ മാസ്റ്റർ ബെഡ്റൂം ചെറുതാണെങ്കിൽ നമ്മൾ ലൈറ്റ് കളേഴ്സിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. അവിടെയും ഈ പറയുന്ന പോലെ ഡബിൾ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നെങ്കിൽ അതിന്റെ കൂടെ വൈറ്റ് കൊടുക്കും. ഇപ്പൊ വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ആഷ് കൊടുക്കും. അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ബെഡ്റൂമിൽ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് വാം ലൈറ്റും കൂടെ അതിന്റെ കൂടെ കൊടുക്കും. അതായത് ഡിം ലൈറ്റ്, അങ്ങനെ പല രീതിയിലുള്ള മൂഡ് ക്രിയേഷനുള്ള ലൈറ്റുകളും കൂടെ സെറ്റ് ചെയ്യും. കുട്ടികളുടെ റൂമിലേക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കുട്ടികളുടെ റൂം എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ പിങ്ക്, ആൺകൊച്ചാണെങ്കിൽ ബ്ലൂ, ഇതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളിപ്പോ ആ വീട്ടിലെ കുട്ടിയുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് അവർക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നത് നമ്മൾ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം നമ്മളിപ്പോ പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൊച്ചിന് ആ പിങ്ക് കളർ ഇഷ്ടപ്പെടുകയില്ല പെൺകൊച്ചാണെങ്കിൽ. അപ്പൊ അവരോടും കൂടെ നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ ആ റൂമുകൾക്ക് കളർ കൊടുക്കാറുണ്ട്. ശരി, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് രാജീവ് എന്നാണ്, ഞാൻ കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ രാജീവ്, സോളിയോട് സംസാരിച്ചോളൂ. ഹലോ രാജീവ്. ഹലോ മാഡം. പറഞ്ഞോളൂ മാഡം. നമ്മള് ഒരു വീട് നമ്മൾ ചെയ്യുമ്പോഴും ഒരു ഫ്ലാറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. എനിക്കൊരു ഫ്ലാറ്റും ഉണ്ട്, എനിക്കൊരു വില്ലായി ഞാൻ പണിയുന്നുണ്ട്. അപ്പൊ വില്ല പണിയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫ്ലാറ്റിലാണെങ്കിൽ സാധാരണ ഒരു ബിൽഡർ എനിക്ക് ബിൽഡ് ചെയ്ത് തന്നു തന്നെയാണ്. അപ്പൊ അത് എങ്ങനെ എനിക്കത് ഒന്നുകൂടെ മെച്ചമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള സ്പേസ് വെച്ച് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പറ്റും, ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, വില്ല ഏതെങ്കിലും ബിൽഡേഴ്സ് പണിയുന്നതാണോ അല്ലെങ്കിൽ സ്വന്തമായി പണിയുന്നതാണോ? ഓക്കെ, ഏതെങ്കിലും ബിൽഡേഴ്സിന്റെ വീട് സ്വന്തമായിട്ട് പണിയുന്നതാണ്. ഓക്കെ, ഫ്ലാറ്റ് ഉള്ളത് ബിൽഡർ തന്നാണ്. ഓക്കെ, അപ്പൊ വില്ല പണി ഓൾറെഡി ബിൽഡ് ചെയ്തിരുന്നതാണ്. ഐ ഡു ഓൺലി ദ ഇന്റീരിയർ. ഓക്കെ. വില്ല ചെയ്യുമ്പം ആദ്യം തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ലൈറ്റിന്റെ പോയിന്റ്സുകൾ, ഓരോ റൂമിലും എക്സ്ട്രാ എന്തൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്ട്രാ വയറിംഗ് ഒക്കെ ഒത്തിരി ആവശ്യമുണ്ട്. അപ്പം അതിന്റെയൊക്കെ പോയിന്റ്സും വയറിങ്ങും ഒക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ അതുപോലെ ചെറിയ ഓരോ റൂമുകളിൽ നിഷസ് ഒക്കെ വെക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് നമുക്ക് നേരത്തെ ഇട്ട് വെക്കാൻ പറ്റും. പിന്നീട് ഭിത്തി കുത്തി പൊട്ടിച്ച് ആ സ്പേസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പം ചിലപ്പം നമ്മൾ മേളിലൊരു റൂമുണ്ട്, താഴെ ഒരു റൂം, അങ്ങനെയൊക്കെ വരുമ്പം എല്ലായിടത്തും TV പോയിന്റ്സ് നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ നേരത്തെ ഇട്ട് വെക്കാൻ പറ്റും. അതുപോലെ കിച്ചണിലൊക്കെ എക്സ്ട്രാ പോയിന്റുകൾ വേണമെങ്കിൽ ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏതെങ്കിലും ഭിത്തി ഹൈലൈറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ലൈറ്റ് പോയിന്റ് ഇടണമെങ്കിൽ അതൊക്കെ നമുക്ക് നേരത്തെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് ടൈലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏത് മെറ്റീരിയലാണ് സെലക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ആദ്യമേ ഒരു ധാരണ ഉണ്ടായാൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും വീട് പണിയുമ്പോൾ. ഇനി ഫ്ലാറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓൾറെഡി ഫ്ലാറ്റ് പണിത് കഴിഞ്ഞ ഒരു ഫ്ലാറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരു റൂമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ റൂം സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് ലൈറ്റ് പോയിന്റ് എക്സ്ട്രാ വേണമെങ്കിൽ അത് ഇപ്പോൾ ബിൽഡറിൻ്റെ അടുത്ത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ സെക്കൻഡ് കോട്ട് പെയിന്റിങ്ങിന് മുമ്പ് നമ്മൾ ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ രാജീവ്, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, താങ്ക് യു.
അപ്പം ഇതാണൊരു സംശയം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ആദ്യമേ ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് നമ്മൾ ചിന്തിക്കില്ല. സാധാരണ വീട് പണിയുന്ന ആൾക്കാർക്ക് പറ്റുന്ന വെച്ചാൽ ഒരു വെപ്രാളമാണ് മനസ്സിനകത്ത്. കാരണം ഒരു എമൗണ്ട് ചിലപ്പം ലോൺ എടുത്തിട്ടായിരിക്കും. അപ്പോൾ ആ ഇതിൻ്റെ മനസ്സിനകത്ത് ഒരുപാട് കിടക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ള തിങ്കിങ് കുറച്ച് പ്രയാസമാണ്. ഇതൊക്കെ ചിലപ്പം വിട്ടുപോകും. ഈ പറയുന്ന ഈ കോർണറിലൊരു പിന്നെ ആവാമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാനിപ്പം ഈ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ പ്രത്യേകിച്ചുള്ള പ്ലാൻ നമ്മൾ അതിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ഇടിക്കൽ അല്ലെങ്കിൽ കുത്തൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈവൻ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും അല്ലേ, ബിൽഡേഴ്സിൻ്റെ അടുത്തും നമുക്ക് പറയാമല്ലോ ഇന്ന സജഷൻസ് എന്നല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ബെഡ്റൂംസിൽ തന്നെ ഇപ്പോൾ ലൈറ്റ്സും ഇതൊക്കെ ആയിട്ട് ഉള്ള വരുന്നുണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് ബാത്റൂംസ് ആണ്. നമുക്ക് അതിന് മുമ്പേ ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? പാലക്കാട് നിന്നാണ്. ആരാ? വീടിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ കുറിച്ചൊന്ന് പറയണോ, ഒന്ന് അറിയാനും. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഏത് റൂമിലെയാ പറയുന്നത്? ലിവിംഗ് റൂമില്. ഹലോ, അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി സീറ്റിംഗ് അറേഞ്ച്മെന്റ് പാടില്ല എന്നൊക്കെ കേട്ടിരുന്നത് ശരിയാണോ? നമ്മളെപ്പോഴും സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കുമ്പം, അതായത് നമ്മുടെ വീട് തെക്ക് ഭാഗം നോക്കിയിട്ടാണ്. ഓക്കെ, നോർത്തിലേക്കാണ്. ഓക്കെ, നമ്മൾ നോർത്തിലേക്കാണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പടിഞ്ഞാറ് വശത്തേക്ക് കൊടുക്കില്ല. പിന്നെ നമ്മുടെ അല്ല, സൗത്ത് ഫേസിംഗ്, സോറി, സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സൗത്താണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് അപ്പൊ ഏത് ഭാഗത്തേക്കാണ്? നമ്മൾ ഏത് രീതിയിലാണ് ആ പ്ലാൻ നിങ്ങൾ വരച്ചിരിക്കുന്നതെന്ന് നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ ഒന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ജനലിന്റെ പൊസിഷൻ, വിൻഡോയുടെ പൊസിഷൻ ഉണ്ട്, ഡോറിന്റെ പൊസിഷൻ ഉണ്ട്, പിന്നെ ഓരോ റൂമിലേക്ക് കയറുന്ന ഡോറുകളുടെ പൊസിഷൻ ഉണ്ട്, പിന്നെ എവിടെ ഡൈനിങ് റൂം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിനനുസരിച്ചുള്ള ആ പൊസിഷൻ എല്ലാം നോക്കിയാലേ നമ്മുടെ സീറ്റിംഗ് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറ്റുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ ഏത് ബിൽഡറിനെ കൊണ്ടാണ് പണിയിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ പ്ലാൻ വരച്ചിരിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റിയാലേ വ്യക്തമായി അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഒരിക്കലും ഒരു പ്ലാൻ കാണാതെ നമുക്കിത് ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അല്ലാത്ത കാര്യങ്ങൾ പറയാം. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഇന്റീരിയർ ചെയ്യാൻ നമ്മൾ ഒരാൾ വിളിക്കുകയാണെങ്കിലും ആദ്യം ഞങ്ങൾ പറയും ഫ്ലോർ പ്ലാൻ ഞങ്ങൾക്ക് അയച്ചു തരാൻ. അത് അയച്ചു തന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതെവിടെയാണെന്നൊന്ന് കാണണം. കണ്ടാൽ മാത്രമേ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോളിയായിട്ട് കോൺടാക്ട് ചെയ്ത് അതെങ്ങനെ വേണം എന്നുള്ളത് പൂർണ്ണമായിട്ട് അഡ്വൈസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്പർ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്, നോട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ബാത്റൂംസ്, ഇപ്പോൾ ഒരു ബെഡ്റൂംസ് ഇപ്പോൾ ഒരു തീംസ് ആണല്ലോ, ബെഡ്റൂമിൻ്റെ കളറിനനുസരിച്ച് ബാത്റൂം. ഇപ്പോൾ ബാത്റൂംസ് ചിലർ വളരെ വലിയ ബാത്റൂംസ്, ഇസ് ഇറ്റ് അഡ്വൈസബിൾ ടു ഹാവ് എ വെരി ബിഗ് ബാത്റൂം? അതോ കാരണം ബാത്റൂമിലാണ് ഒരുപാട് പൈസ ചിലവാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്യുന്നത്. കാരണം ബാത്റൂമിൽ എത്ര സ്പേസ്, ഇപ്പം ഒരു ഫ്ലാറ്റിന്റെ ബാത്റൂം ഒക്കെ ആണെങ്കിൽ നോർമൽ സൈസ് ആണ്. അതിൽ നമുക്ക് ഓൾറെഡി ടൈൽ ഇട്ട് കഴിഞ്ഞിരിക്കും, ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ അവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന ഗ്ലാസ് പാർട്ടീഷൻ, മിറർ, ക്യാബിനറ്റ്സ് അങ്ങനെയുള്ള സംഗതികൾ വെച്ചാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. ഇല്ല, നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ റൂമിന്റെ കളർ തീമിനനുസരിച്ചുള്ള ടൈല് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ക്യാബിനറ്റ്സ് എങ്ങനെ വേണം എന്ന രീതിയിൽ എന്തൊക്കെ സംഗതികൾ ഉൾക്കൊള്ളാം എന്ന് നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം സെറ്റ് ചെയ്ത് നമുക്ക് ആ റൂമിന്റെ കളർ തീമിനനുസരിച്ച് നമ്മൾ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഒരു തീം കാണും. ഇപ്പൊ കുട്ടികളുടെ, ഇപ്പൊ നേരത്തെ നമ്മൾ കുട്ടികളുടെ റൂംസിനെ കുറിച്ച് പറയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ വളരുന്ന സ്റ്റേജിൽ ഓരോരോ ചിന്തയായിരിക്കും. അപ്പം ബാത്റൂമിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലുതാകുമ്പം ഈ ബാത്റൂം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അന്ന് ടൈൽ ഇടിക്കുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവ് അല്ല. നമ്മള് ഒരു മീഡിയം രീതിയിലാണ്, കാരണം കുട്ടികളുടെ എന്നുള്ള ഒരു ഇതും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികളുടെ റൂം കഴിഞ്ഞോ, അത് കഴിഞ്ഞപ്പം ഈ പിന്നെ വരുന്നത് നമുക്ക് മെയിൻ പറയുന്ന കിച്ചൺ ആണ് അല്ലേ. ഈ കിച്ചൺ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ആ വീട്ടമ്മമാരും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ഇന്റീരിയർ ഡിസൈനിന്റെ ലെവലിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കിച്ചൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം മെയിൻ നോക്കുന്നത് എന്തോരം സ്പേസ് ആണ് ആ കിച്ചൺ ഉള്ളതെന്ന്. കാരണം പല ടൈപ്പ് ഓഫ് കിച്ചണുകളുണ്ട്. ചിലത് ഇങ്ങനെ നീണ്ടു കിടക്കുകയായിരിക്കും, ചിലത് സ്ക്വയർ ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ
ആ കിച്ചണിൽ എന്തൊക്കെ സംഗതികൾ വെക്കണം, അതായത് എന്തൊക്കെ അവർക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ ആ വീട്ടിലുള്ള സ്ത്രീയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ചിലർക്ക് ഒത്തിരി ബാസ്ക്കറ്റുകൾ വേണ്ടി വരും, ചിലർക്ക് ഒത്തിരി കബേർഡ്സ് ആണ് വേണ്ടി വരുന്നത്, ഓപ്പൺ സ്പേസ് ആയിരിക്കും വേണ്ടി വരുന്നത്. അങ്ങനെ പല രീതിയിൽ ഇപ്പം നമ്മൾ ഒരു ചിമ്മിനി എടുക്കുകയാണെങ്കിൽ തന്നെ, ഇല്ലെങ്കിൽ ഒരു അടുപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് 2 ബർണർ മതി, ചിലർക്ക് അവരുടെ യൂസ് കൂടുതലായിരിക്കും, അപ്പം 4 എണ്ണം വേണം. ഇപ്പൊ വർക്കിംഗ് ലേഡീസ് ഒക്കെ ആണെങ്കിൽ രാവിലെ പോകേണ്ടത് വരുമ്പോഴത്തേനും അവർക്ക് കിച്ചണിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ല, പക്ഷെ ചെയ്യുന്ന സമയം കൊണ്ട് തീർക്കണം. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ, അപ്പം അവർക്ക് കൈയെത്താവുന്ന രീതിയിൽ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ എവിടെ സെറ്റ് ചെയ്യാം, ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനൊരു വർക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ അല്ലെ, അതായത് നമ്മുടെ ടാപ്പ്, ഫ്രിഡ്ജും നമ്മുടെ എന്താണ് പറയാ ബേണേഴ്സും അല്ലെ, അതല്ലേ വർക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പിന്നെ പല രീതിയിൽ കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്യാം. എൽ ഷേപ്പ് ഉണ്ട്, യു ഷേപ്പ് ഉണ്ട്, ഐലൻഡ് കിച്ചൺ ഉണ്ട്, പാരൽ കിച്ചൺ ഉണ്ട്. അപ്പം അത് നമ്മൾ ആ കിച്ചന്റെ സ്പേസ് നോക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നത്. പിന്നെ മെയിൻ തിങ് കിച്ചണിൽ നമ്മൾ കളർ സെലക്ഷൻ ആണ്. അതായത് ചെറിയ കിച്ചണുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഡാർക്ക് കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ ഒന്നുകൂടെ ചെറുതായിട്ട് തോന്നും. അപ്പം ചെറിയ കിച്ചൺ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കളർ സ്കീമിൽ പോവാതെ നോർമലി നമുക്ക് എന്തെല്ലാം കളേഴ്സ് കിച്ചണിൽ ഉപയോഗിക്കാം? കിച്ചണിൽ ബ്രൗൺ ഉപയോഗിക്കും, ലൈറ്റ് കളേഴ്സ്, ക്രീം കളേഴ്സ് ഉപയോഗിക്കും. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ റെഡ്, വൈറ്റ്, ലൈറ്റ് ഗ്രീന്, ഇതൊക്കെ കിച്ചണിൽ ഉപയോഗിക്കും. കിച്ചണിൽ മെയിൻലി കിച്ചണിന്റെ സ്പേസ് അനുസരിച്ചാണ് നമ്മൾ കളറും സെലക്ട് ചെയ്യുന്നത്. പിന്നെ കോമ്പിനേഷൻസും അല്ലേ, പലർക്കും കണ്ടിട്ടുണ്ട് യെല്ലോ ആൻഡ് വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കോമ്പിനേഷൻസും ചെയ്യുന്നത്. പക്ഷെ എനിക്കാണ് കോമ്പിനേഷൻസ് കൂടുതലും വലിയ കിച്ചണിലായിരിക്കും നല്ലത്. കോമ്പിനേഷൻ നല്ലതായിരിക്കുള്ളൂ. ചെറിയ കിച്ചണിൽ നമ്മൾ കോമ്പിനേഷൻ ചെയ്യും. സ്കേർട്ടിങ്, അങ്ങനെയുള്ള ചെറിയ സംഗതികൾ, ബോർഡറുകൾ, ഇതെല്ലാം നമ്മൾ ഡാർക്ക് കളേഴ്സ് കൊടുത്തിട്ട് മെയിൻ ക്യാബിനറ്റ്സ് ലൈറ്റ് കളേഴ്സ് കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഇത് വരുന്നത്. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു കാണുന്ന ഇന്റീരിയർ ഡിസൈനിൽ ഇതിൽ വരുമ്പം ഈ സ്റ്റെയർ കേസ്, വളരെ ഭംഗിയായിട്ടുള്ള സ്റ്റെയർ കേസ് വീടുകളിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു ഏരിയ, ആ ഒരു അതൊക്കെ യൂട്ടിലിറ്റി അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും, അതായത് നമ്മൾ ആദ്യമേ ഒരു ബിൽഡറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്റ്റ് പറയുമ്പോൾ അവിടെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഇത് വരുന്ന സാധനം ഒരു എന്താ പറയുക, കുറച്ച് നമുക്ക് തോന്നും അത് വേസ്റ്റ് ആണ്, എന്നാലും ഒരു പോണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം മുമ്പുണ്ടായിരുന്നു. സ്റ്റെയർ കേസിന്റെ ഇപ്പം നമ്മൾ സ്റ്റെയർ കേസിന്റെ അടിയിൽ കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. പണ്ടൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഡംപ് ചെയ്യാൻ, ഇപ്പൊ ന്യൂസ് പേപ്പർ കൊണ്ടുപോയി വെക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ കൊണ്ടുപോയി വെക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്പേസ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, പെബിൾസ്, ഇതൊക്കെ അങ്ങനെയൊക്കെ വെച്ച് ബ്യൂട്ടിഫൈ ചെയ്തെടുക്കുക. കാരണം ഒന്നാമത് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ അധികം സ്പേസ് ഇല്ല, കാരണം ഇന്നിപ്പോൾ സ്ഥലത്തിനാണല്ലോ ഏറ്റവും വില. അപ്പം ഈ എക്സ്റ്റീരിയറിനെ ഇന്റീരിയറിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കൂടെയാണ് അതല്ലേ, ഒരു വാട്ടർ ഇതും കുറച്ച് പെബിൾസും ഒക്കെ ആയിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ ഈ ലൈറ്റിങ്ങിൽ പറയുന്നത് നാച്ചുറൽ ലൈറ്റിങ്ങിന് ഇപ്പോൾ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ ലൈറ്റിംഗ് ചെയ്യണം. ഇപ്പോൾ വീടുകളിലാണ് ഇത് പറ്റുക, ഫ്ലാറ്റ്സിൽ അഫ്കോഴ്സ് നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ നാച്ചുറൽ ലൈറ്റിംഗ് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒരു വീടാണെങ്കിൽ? നമ്മൾ ക്രോസ് വെന്റിലേഷൻ, അതായത് ജനലുകൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇപ്പൊ കൂടുതലും നമ്മൾ നാച്ചുറൽ ലൈറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ കേർട്ടൻസ് ഒക്കെ ഇടുമ്പം ആ ലൈറ്റ് കുറച്ച് ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ലിവിംഗ് റൂമിലാണെങ്കിൽ നമ്മൾ കൂടുതലും നെറ്റ് കർട്ടൻസ് ആണ് യൂസ് ചെയ്യാറ്. കർട്ടൻസിന്റെ കാലം പോയി. പിന്നെ നമ്മൾ അതിനു മുമ്പ് കർട്ടൻസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലയൻസുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ലിവിംഗ് റൂം ആണെങ്കിൽ നമുക്ക് ഈ കർട്ടൻ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്കും ആ ഒരു ഇതിനോട് തീമിനോട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ശരി. പക്ഷേ ചിലടത്ത് നമുക്ക് ഡബിൾ കർട്ടൻസ് ചെയ്യുമല്ലോ, ഒന്ന് ഷിയറും ഒന്ന് തിക്ക് കർട്ടൻസും അല്ലെ, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് അല്ലേ? അപ്പൊ ഇൻ കേസ് ചില സമയത്ത് തിക്ക് കർട്ടൻസ് ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ ദി നീഡ് ഡബിൾ കർട്ടൻസ് വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് വേണം. അതുപോലെ കേർട്ടൻസ് നമ്മൾ ഓരോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം ചില തീംസ് ഉണ്ട്. അതായത് ഇപ്പം ലിവിംഗ് റൂം ആണെങ്കിൽ കുഷൻസ്, ഇതിന്റെ അപ്പോൾസ്ട്രി, അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് വരുമല്ലോ. അപ്പം ഓരോ തീംസ് നമ്മൾ നോക്കിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. അതിലെന്താണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? അതിൽ നമ്മളിപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു ഡിസൈനർ നമ്മളെ സമീപിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അവരുമായിട്ട് കളർ ഡിസ്കസ് ചെയ്യും. അതിനനുസരിച്ച് ക്ലയന്റ് വരുമ്പം നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ കൊടുക്കും. ആ ഡിസൈനിൽ ഇപ്പൊ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു കളറാ പറഞ്ഞാൽ ആ തീമിനനുസരിച്ചുള്ള കർട്ടൻസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം കർട്ടൻസ് ചിലർ ഞങ്ങളോട് പറയും നിങ്ങൾ തന്നെ
അതിനനുസരിച്ചുള്ള സെലക്ട് ചെയ്തോളാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ അവരെയും കൂടെ കർട്ടൻ സെലക്ട് ചെയ്യാൻ നേരത്ത് വിളിക്കും. അപ്പം ഇപ്പം നമ്മളൊരു സപ്പോസ് ഒരു ബ്രൗണിഷ് റൂം ആണെങ്കിൽ അതിന് നമ്മളിപ്പോൾ പറയും, ഇപ്പം ഫുൾ ഇത്തിരി ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ നമ്മൾ പറയും ഒരു ലൈറ്റ് ഷെയ്ഡിൽ ബ്രൗണിഷ് വരുന്നത് എടുക്കാം നമുക്കെന്ന്. അപ്പം കുറച്ചൊരു വെട്ടവും കാണും, എന്നാൽ ബ്രൗൺ ആ തീമിനനുസരിച്ചുള്ള ഒരു കർട്ടൻ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ കർട്ടൻസിൽ തന്നെ പല മാറ്റങ്ങളും നമുക്ക് വരുത്താം. ബോർഡർ വെച്ച് ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സുനിലാണ്. എവിടെ? എന്റെ പേര് ഹലോ സുനിലാണ്. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? വീട് പാലക്കാടാണ്. അതെ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഇനി ചോദിച്ചോളൂ. ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ. ചേച്ചി, മറ്റേ നമ്മുടെ വീട്ടിന്റെ ടി വി എല്ലാം വെച്ചിട്ടുണ്ട്. റൂമിൽ ഏത് കളർ അടിച്ചാലും അതൊരു മറ്റു വരുന്ന അതിഥികൾക്ക് കാണുമ്പോ അയ്യോ ഈ കളർ പോരാ, ഈ കളർ നന്നായിട്ടില്ല എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയാറ്. ഏത് റൂമിലാണ് ടി വി വെച്ചിരിക്കുന്നത്? ഹാളിലാണ്. ഹാളില്, ലിവിംഗ് റൂമില്. ഏത് കളറാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്? അത് ഹാളിലാണ് ചേച്ചി. അല്ല, അത് ഏത് കളറാ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ നീല കളർ അടിച്ചിരിക്കുന്നത്. നീല കളറോ? നീല കളറ്. ഏത് കളർ? നീല കളർ. ചോദിച്ചോളൂ. ഓക്കെ, നീല കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹാളിൽ സാധാരണ നീല കളറൊക്കെ ബ്ലൂ കളർ കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വോള് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ വോളിൽ ഒരിക്കലും ടി വി വെക്കരുത്. ടി വിയുടെ ആ കളറും നീല കളറും കൂടെ ചേരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പം നീല കളർ ഇഷ്ടമാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വോളിൽ നീല കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ടി വി ഇരിക്കുന്ന വോളിലേക്ക് ഒരു ലൈറ്റ് കളർ കൊടുക്കുക. അല്ലെ, നീലയ്ക്ക് മാച്ച് ചെയ്യുന്ന ഏത് കളറായിരിക്കും അപ്പം കൊടുക്കാൻ സാധ്യത? ബ്ലൂവിന്റെ കൂടെ വൈറ്റ് കൊടുക്കാം, ഐവറി കൊടുക്കാം, ലൈറ്റ് യെല്ലോ കൊടുക്കാം. അങ്ങനെയുള്ള ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുക ആ റൂമിൽ. അപ്പൊ റൂം കുറച്ചുകൂടെ വലുതായിട്ട് തോന്നുകയും ചെയ്യും. അപ്പം ഈ നീല കളർ ഒരു വാളിന് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഇത് ലൈറ്റ് കളർ കൊടുത്താൽ നന്നായിരിക്കും. അപ്പൊ റൂം കുറച്ചുകൂടെ വലുതായിട്ട് തോന്നുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിലേക്ക് കൂടുതൽ വരാം ആഫ്റ്റർ ദ ബ്രേക്ക്. മനസ്സിനെ ഈണത്തിന്റെ പട്ടുനൂലിൽ കെട്ടി വാനിലേക്ക് പറന്നുയരുന്ന ഗാനങ്ങളാൽ നിറഞ്ഞിരുന്നു പോയി മറഞ്ഞ കാലം. സഹൃദയ മനസ്സുകളിൽ എന്നെന്നും മങ്ങലേൽക്കാത്ത പച്ചപ്പായി മാറിയ കളർ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആ ഗാനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നമുക്ക് നൽകുന്നത് അവാച്യമായൊരു അനുഭൂതിയാണ്. അപ്പോൾ അവയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്നതോ? ആ ഗാനങ്ങളുമായി നിറം. നിറം എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 12:30. ഗതകാലം നമ്മുടെ മനസ്സിൽ കോറിയിട്ട് പോയ കുറെ സുവർണ രേഖകൾ. കറുത്ത പെണ്ണെ, നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണെന്റെ വർണ്ണചിത്രം. കാലം പിന്നിടും തോറും ഒളിയേറുന്ന ഗാനങ്ങൾ. അലസമായി ഒഴുകുന്ന തോണി പോലെ നമ്മുടെ മനസ്സും ഒഴുകുന്നു ആ ഗാനങ്ങളെ തേടി. നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും ഗ്രാമഫോൺ ആ ഗാനങ്ങളുമായി സ്വപ്ന തീരത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു തുഴയാകുന്നു. ഗ്രാമഫോൺ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 12:30.
ഉച്ചനേരത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഈ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ക്ലയൻസ് ഇങ്ങോട്ട് വന്നിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? ഇപ്പം ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലയൻസുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പം അവർ നമ്മുടെ അടുത്ത് ഒരു സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എൻ്റേതായിരിക്കണം യൂണീക്ക് ഡിസൈൻ. യൂണീക്ക് ഡിസൈൻ അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട് പോലെ വേറെ ആരുടെയും കാണരുതെന്നാണ്. അത് നമുക്ക് തന്നെ ഒരു ചലഞ്ചാണ്. കാരണം സെയിം ഫ്ലാറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു ഒരു വിഷമത്തിന് ഇടവരുത്തരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ശരിയാകുകയില്ല. അങ്ങനെ പല രീതിയിൽ നമ്മൾ പല കളേഴ്സ് ചെയ്തിട്ടായിരിക്കും ആ ഒരു മാച്ചിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. യൂണിക്നെസ് ആണ്. അത് എല്ലാവർക്കും, ഈവൻ നമുക്കായാലും ഏതൊരു സംഗതിക്കും നമ്മളും അതല്ലേ ആഗ്രഹിക്കും. ഇപ്പം പലരും ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിലായാലും അപ്പൊ ആ യൂണിക്നെസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇപ്പം ചില ക്ലയൻസ് പറയും ടോട്ടലി സോളി ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ്, അതാകുമ്പോൾ കുറെ കൂടെ ഈസിയാണോ? അല്ല, അങ്ങനെ ഏൽപ്പിക്കുന്നതിനാണ് നമുക്ക് കൂടുതൽ ചലഞ്ച്. കാരണം നമ്മളിൽ അത്രയും 100% നമ്മളിൽ വിശ്വാസം ഉള്ളപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ടെൻഷൻ കൂടുക ചെയ്യുന്നത്. ശരിയാ. അപ്പം ക്ലയന്റും കൂടെ വന്നിരുന്ന് രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് കുറച്ച് റെസ്പോൺസിബിലിറ്റി അവരും കൂടെ എടുത്താൽ സോളിയുടെ ജോലിക്ക് കുറച്ച് കുറവ് വരും അല്ലേ? അല്ല, കാരണം നമുക്ക് അതെന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു വീടും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട് പോലെ തന്നെയാണെന്നാണ്. ആ ഒരു മനോഭാവത്തോടെ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കത് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല അത് വേറെ ഒരാളുടെ എന്നൊരു ചിന്ത നമുക്ക് വരരുത്. ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചു, സോളി ചെയ്ത എല്ലാ ഇന്റീരിയേഴ്സിനെയാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് തന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു കോളുണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, ആരാ സംസാരിക്കുന്നത്? നമസ്കാരം മാഡം. നമസ്കാരം. എന്റെ പേര് മനോജ് എന്നാണ്, ഹരിപ്പാടെന്ന് വിളിക്കാണ്. മനോജ് സംസാരിച്ചോളൂ. ഹലോ മനോജ്. മാഡം, ഞാനിപ്പോ പുതിയതായിട്ടൊരു വീട് പണിയുന്നുണ്ടേ. അപ്പം വീട് പണിയുന്നതില് ഞങ്ങൾ ഇങ്ങനെ ഇപ്പം എന്താ പറയാ സൈഡ് വാർപ്പായതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ വീടിന് ഹാൾ എൽ ഷേപ്പാണ് മാഡം. ഹാൾ എൽ ഷേപ്പാണ്. അപ്പൊ നമ്മള് ഏത് കളർ ടൈല് ബോളിന് ഏത് കളർ കൊടുക്കണം എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയുന്നത്? ഇപ്പൊ നമ്മള് 1050 ആണ് മാഡം. 1050. അപ്പൊ നമ്മള് എത്ര സ്ക്വയർ ഫീറ്റ് അതില് എത്ര സ്പേസ് ആണ് നമ്മള് ഹോളിന് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ടൈല് സെലക്ട് ചെയ്യാം. ഹോളൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതലും ലൈറ്റ് കളേഴ്സ് ടൈലാണ് നല്ലത് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവിടെ ഒത്തിരി സംഗതികൾ വരും. സോഫ വരും, ലിവിംഗ് റൂം തന്നെ ഡൈനിങ് റൂം അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് രണ്ടും ഒരുമിച്ചാണെങ്കിൽ അവിടെ ഡൈനിങ് ടേബിള്, ടീപ്പോയി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പം ആ ഡൈനിങ് റൂമിൽ ഉപയോഗിക്കുന്ന ഫേർണിച്ചേഴ്സ് നമുക്ക് അല്പം ഡാർക്ക് കളേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റും ലൈറ്റ് ടൈലൊക്കെ ഉപയോഗിച്ചാൽ. പിന്നെ റൂം കുറച്ച് ചെറുതാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് ലൈറ്റ് കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ആ വോള് നമുക്ക് ടെക്സ്ചർ പെയിന്റ് ഇല്ലെങ്കിൽ വാൾപേപ്പർ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഹലോ മനോജ്. കേൾക്കുന്നുണ്ട്. അപ്പോഴേ മാഡം ഈ ഭിത്തിക്ക് നമ്മൾ ഏത് കളർ കൊടുക്കുന്നതായിരിക്കും? എന്തിനാണ്? വോളിന് ലൈറ്റ് കളേഴ്സ്, അതായത് ലൈറ്റ് പീച്ച് കൊടുക്കാം, ലൈറ്റ് പിങ്ക് കൊടുക്കാം, ലൈറ്റ് ഐവറി കൊടുക്കാം, ഇല്ലെങ്കിൽ ഫുൾ വൈറ്റ് കൊടുക്കാം. അങ്ങനെ ഏത് കളേഴ്സ് വേണേലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഒരു ലൈറ്റ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതിന് പല സംഗതികളുണ്ട്. വാൾപേപ്പർ, ടെക്സ്ചർ പെയിന്റ് അങ്ങനെയുള്ള സംഗതികൾ വെച്ച് പിന്നെ നമ്മൾ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും റൂം. എന്തായാലും ഒരു ഇന്റീരിയർ ഡിസൈനറിനെയും കൂടി ഈ സമയത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാമെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ചെലവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. എന്തായാലും നമ്പർ ഇപ്പൊ കാണിക്കുന്നുണ്ട്, നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ മനോജ്, താങ്ക്സ് ഫോർ കോളിംഗ്. ഒരു സംശയമാണ് മാഡം. ഇപ്പൊ നമ്മളിപ്പം എൻട്രൻസിൽ നമ്മൾ കേറി വരുത്തില്ലേ, വാതിലിന് കേറി വരുത്തില്ലേ? കേക്കാം പറഞ്ഞോളൂ. വാതിലിൽ നമ്മൾ കേറി വരുമ്പോ മാഡം പറയുന്നത് പോലെ 3 സൈഡിലും നമ്മള് ഒരു കളറ്,
അപ്പൊ പിന്നെ ഒരെണ്ണം ഇങ്ങനെ എംഫസൈസ് കാണിക്കുന്ന രീതിയിൽ കളർ കൊടുക്കുക, അത് ബെറ്റർ ആയിരിക്കുമോ? അതായത് ഒന്നുകിൽ പ്ലെയിൻ കളർ തന്നെ നമുക്ക് ഇച്ചിരി ഡാർക്ക് കളർ അടിക്കാം, ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിലെ ടെക്സ്ചർ പെയിന്റ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അത് എക്സ്പേർട്ടായ പെയിന്റേഴ്സ് ചെയ്യുന്നതാണ്, അത് നമുക്ക് ചെയ്യിക്കാം. ഇല്ലെങ്കിൽ വാൾ പേപ്പർ ഉണ്ട്, അതായത് ഡിഫറെന്റ് കളേഴ്സിലുള്ളതുണ്ട്, ഡിഫറെന്റ് ടെക്സ്ചറിലുള്ളതുണ്ട്. അങ്ങനെയുള്ള വാൾ പേപ്പർ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ആ റൂമിലേക്ക് നോക്കുമ്പോൾ ഒരു റിച്ച് അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് തോന്നുക. മനോജ്, ഏതെങ്കിലും നമ്മൾ നമ്പർ കാണിച്ചില്ലേ, അത് നോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മാഡം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോളിംഗ്. അതെ, അപ്പം ഈ ഇപ്പം പറഞ്ഞു ഏറ്റവും, അതായത് അവരും കൂടെ ക്ലയൻസും കൂടെ ചേർന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറെ കൂടി ഒരു എന്താ പറയാ സമാധാനം ഉണ്ടാവും സുളിക്ക് ഇത് ചെയ്യുന്നതിനൊക്കെ അല്ലേ? അല്ല, അങ്ങനെയില്ല. ഇപ്പൊ നമ്മളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളിൽ അത്ര വിശ്വാസം ഉണ്ടായിട്ടാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഇത് നമ്മുടെ വീടാണ്, അപ്പം എത്രമാത്രം നന്നാക്കാം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ലാസ്റ്റ് ആ ഔട്ട്പുട്ട് കാണുമ്പം ക്ലയന്റിന്റെ മുഖത്തുള്ള ആ സന്തോഷമാണ് നമ്മുടെ തൃപ്തി. അതെ. ഇപ്പം സോളി ഇപ്പം ഒരു ഇന്റീരിയർ ഡിസൈൻ എന്നുള്ള നിലയ്ക്ക് ആരൊക്കെയാണ് സോളിയുടെ കീഴെ വർക്ക് ചെയ്യുന്നത്? ഇപ്പം എൻ്റെ കൂടെ സ്ഥിരം വർക്കേഴ്സ് ആണുള്ളത്. ഒരു 6 years ആയി എൻ്റെ കൂടെ സ്ഥിരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, പെയിന്റേഴ്സ് ഉണ്ട്, ടൈൽ വർക്കേഴ്സ് ഉണ്ട്, പിന്നെ ടെക്സ്ചർ പെയിന്റ് ചെയ്യാനുള്ള എക്സ്പേർട്ട് ഉള്ള ആൾക്കാരുണ്ട്, വുഡൻ ഫ്ലോറിംഗ് ചെയ്യാനുള്ളവരുണ്ട്, സീലിംഗ് വർക്കിനുള്ളവരുണ്ട്. ഇപ്പൊ സീലിംഗ്സിൽ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ സീലിംഗ്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സീലിംഗ് ഏത് രീതിയിലും ചെയ്യാം. ഫ്ലാറ്റുകളാകുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഫ്ലാറ്റുകളുടെ ഹൈറ്റ് കുറവാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരാൾ പറയാണ് ആ വീട്ടിലെ പോലെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പറ്റില്ല. കാരണം വീടുകൾക്ക് നമുക്ക് ഏത് രീതിയിലും ഏത് ഡിസൈനും നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റുകളാകുമ്പം ഇപ്പൊ ഫാനിന്റെ ഒക്കെ അടുത്ത് വരുന്ന കുറച്ച് സീലിംഗ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പിന്നെ കൈ പൊക്കുമ്പോൾ ഫാന് മുട്ടും, അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഫ്ലാറ്റുകളുടെ സീലിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടത്, കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പം ഇത് പറഞ്ഞ പോലെ നമ്മള് റൂഫ്, മോള്, ഇതൊക്കെ നമ്മൾ ഓരോ തീമിനനുസരിച്ചാണല്ലോ ഇതും എല്ലാം വരുന്നത് അല്ലേ? അപ്പൊ ഈ വർക്കേഴ്സിന് എങ്ങനെയാണ് അവരെ വർക്കിംഗ് കൊടുക്കുന്നത്? ഒരു സമയത്ത് എത്ര പ്രോജക്ട്സ് എടുക്കാൻ പറ്റും? ഇപ്പം അത് നമ്മള് ഇപ്പം പ്രോജക്ട്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു 3-4 വർക്ക് നമുക്ക് ഒരുമിച്ച് അറ്റ് എ ടൈം നോക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഇപ്പൊ നമുക്ക് കൂടുതൽ വർക്ക് വരികയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് പറയും ഇന്ന സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിയിൽ പറയും. ഇല്ല, അത്ര അർജൻസി ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കും. അപ്പൊ ഇതൊക്കെ ടൈം ബൗണ്ട് ആണല്ലോ, കാരണം എല്ലാവർക്കും ധൃതിയാണ്, എല്ലാവർക്കും അവരവരുടെ വീട് വേഗം എത്രയും പെട്ടെന്ന് പണി തീർത്ത് ധൃതിയും ഇതും അത് കൂടുതൽ ഞങ്ങളുടെ വീട് നന്നായിരിക്കണം, ആ ഒരു ഇതാണ്. തീർച്ചയായും. കാരണം ഈ പറഞ്ഞ പോലെ പാലുകാച്ചലിന് എല്ലാരും വരുമ്പോ വീടൊന്ന് കണ്ടിട്ടാ ഇത്രയും വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ, സന്തോഷം അവർക്കും വരും, നമുക്കും ആ സന്തോഷം. വീടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡ്രീം ആണല്ലോ. സോളി എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? എങ്ങനെയാണ്, കാരണം എന്തായിരുന്നു, വാട്ട് ഈസ് യുവർ ബേസിക്? ഞാൻ ആക്ച്വലി ഇലക്ട്രോണിക്സ് ആണ് കഴിഞ്ഞത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ല, ഡിഗ്രിയാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ മക്കളൊക്കെ ആയി. അപ്പം ഹസ്ബൻഡ് മർച്ചന്റ് നേവി ചീഫ് എഞ്ചിനീയർ ആണ്. അപ്പൊ പുള്ളിയുടെ കൂടെ സെയിലിംഗിലായിരുന്നു ഞാൻ കുറെ നാള്. അത് കഴിഞ്ഞ് മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം നമുക്ക് മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, വെറുതെ സമയം പോകുന്നു. അപ്പം ഇപ്പം നമ്മള് ഇപ്പം ഒരു ഹൗസ് വൈഫ് എന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കാണും തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, നമ്മുടെ ഹസ്ബൻഡ്, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന എന്റെ ഹസ്ബൻഡും മക്കളും ഫാദറും മദറും ഉണ്ട്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റൂ. തീർച്ചയായിട്ടും. അപ്പൊ സോളിക്ക് ആ ഫുൾ സപ്പോർട്ട് ഉണ്ട്, മദറിനോടെയും ഫാദറിനോടെയും ഹസ്ബൻഡിന്റെ ഒക്കെ സപ്പോർട്ട്. അപ്പം ഇതിലേക്ക് എങ്ങനെ എന്നിട്ട് ആദ്യം ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആദ്യം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് അതിനു മുമ്പ് ഞാൻ ഒരു 10 വർഷം മുമ്പ് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അന്നിങ്ങനെ ഫ്ലാറ്റ് ഞാൻ എൻ്റെ ഐഡിയാസ് പറഞ്ഞാണ് കൊടുത്ത് ചെയ്യിച്ചത്. അപ്പം അന്ന് ആ വർക്കേഴ്സ് പറഞ്ഞു, മേഡം ഏതെങ്കിലും കാലത്ത് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങളെ വിളിക്കണം. അവര് തന്നെയാണ് ഇപ്പോഴും എന്റെ കൂടെ ഉള്ളത്. അപ്പം എനിക്ക് അവരാണ് ആദ്യം ഈ ടാലന്റ് മനസ്സിലാക്കിയത്, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കും ആദ്യമായിട്ടുള്ള ഇത് വന്നത്. നമ്മള് ആദ്യമായി വർക്ക് തുടങ്ങിയപ്പം നമുക്ക് ആദ്യമായി ചെയ്യുന്ന ഒരു പേടിയില്ലായിരുന്നു. കാരണം നമ്മുടെ ഹസ്ബൻഡ് പൂർണ്ണ സപ്പോർട്ടായിരുന്നു, ചെയ്യാൻ പറ്റൂ എന്നുള്ളത്.
പിന്നെ അതിനു മുമ്പും ഞാനിപ്പം ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ സജഷൻസ് കൊടുക്കുമായിരുന്നു, ഇന്ന സംഗതികൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് പുതുതായിട്ടൊരു തുടങ്ങുന്ന ഒരു ഫീൽ വന്നില്ല. കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ജെസ്സി എന്ന പേര്. എനിക്ക് വീട് പണിയുന്നതിനെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എന്താ ചോദിച്ചോളൂ. സോളി. ഹലോ ജെസ്സി. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഹലോ ഹലോ, കേക്കാം ജെസ്സി, പറഞ്ഞോളൂ. വീട് പണിയുന്നതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇത് വീട് പണിത് എല്ലാം കഴിഞ്ഞു, എല്ലാം റൂം എല്ലാം ഇനിയും ടൈൽസ് ഒക്കെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനിയും ഇന്റീരിയർ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയോ? ശരിക്കും ഒരു ഇന്റീരിയർ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ ഇന്റീരിയർ ഡിസൈനറെ ഉൾക്കൊള്ളിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കാൻ പറ്റും. ഇപ്പൊ വീട് പണിത സ്ഥിതിക്ക് ഇനിയായാലും അങ്ങനെ ചെയ്യാമല്ലോ. ഇനിയായാലും ചെയ്യാം. അപ്പൊ നമ്മുടെ ആ വീടിന്റെ പ്ലാനിനനുസരിച്ച് വീട് എങ്ങനെയാണ്, ഓരോ റൂംസും എങ്ങനെയാണ്, അതനുസരിച്ച് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് അവര് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പം ഞാനിപ്പം വേറൊരു വീടിനെ പറ്റി പറയുവാണെങ്കിൽ ഈ പുറത്തുനിന്ന് കാണാവുന്ന ഒരു ഗ്ലാസ് രാത്രിയാകുമ്പം പുറത്തുനിന്ന് കാണാൻ പറ്റും ലൈറ്റ് ഇട്ടാല്. അങ്ങനത്തെ ഒരു ഗ്ലാസ്സിന് നല്ലൊരു തിക്ക് കർട്ടൻ ഇട്ടാല് കവർ ചെയ്യുമല്ലോ. അപ്പം വോളിന്റെ കളർ ക്രീം കളർ ആണെങ്കിൽ കർട്ടന് ഏത് കളറാ യൂസ് ചെയ്യണ്ടേ? വീടിന്റെ കളർ ഏതാണ്? ക്രീം കളറാണ്. റൂമിന്റെ കളർ ക്രീം കളർ ആണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കർട്ടൻസ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡിൽ പ്രിന്റ് ഉള്ളത് ഉപയോഗിച്ചിട്ട് ബോർഡർ വെച്ച് ഡാർക്ക് ഷെയ്ഡ് ബോർഡർ വെച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ റൂമിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഷെയ്ഡാണ് റൂമിന്റെ കളറെങ്കിൽ ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ഡാർക്ക് പ്രിന്റ് ഉള്ള കർട്ടൻസ് ഉപയോഗിക്കാം. അത് തന്നെ ബോർഡർ വെച്ച് ഡാർക്ക് ബോർഡർ വെച്ച് നമുക്ക് തയ്ക്കാം. പല രീതിയിൽ കേർട്ടൻസിന് പല ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും കേർട്ടൻസിൽ. അപ്പൊ ഈ കേർട്ടൻ മാത്രമേ ഉള്ളൂ നമ്മള് നോക്കുന്നത്? അല്ല, ഇന്റീരിയർ ആയിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഒരു റൂം ഇപ്പൊ ലിവിംഗ് റൂം ആയാലും ഡൈനിങ് റൂം ആയാലും ബെഡ്റൂം ആയാലും ഏത് റൂം ആയാലും റൂമിലെ ഫേർണിച്ചേഴ്സ്, പെയിന്റിങ്, കേർട്ടൻസ്, സീലിംഗ്, ലൈറ്റിംഗ് ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ആ റൂം മോഡിഫൈ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം ഈ പറഞ്ഞ പോലെ ആദ്യമേ നേരത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണത്. ഒരു ആർക്കിടെക്റ്റിനെ വിളിക്കുന്ന കൂടെ തന്നെ ഇന്റീരിയർ ഡിസൈനറിനെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഈ ഒരു സംശയം ഒഴിവാക്കാമായിരുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു എസ്റ്റിമേറ്റ് ഡ്രോയിങ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ 3D മാക്സിൽ ഡ്രോയിങ് കൊടുക്കും. അതായത് ലാസ്റ്റ് ആ റൂം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നമ്മുടെ ഡ്രോയിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകും നമ്മുടെ ലാസ്റ്റ് റൂം നമ്മുടെ എങ്ങനെ ഇരിക്കുമെന്നുള്ള. അങ്ങനെ ഒരു ഡ്രോയിങ് നമ്മൾ കാണുമ്പോൾ ഞങ്ങൾ കൊടുക്കുമ്പോൾ അതായത് ക്ലയന്റിന് കുറച്ചുകൂടെ ഈസി ആകും. എന്റെ റൂം ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ലാസ്റ്റ് അതനുസരിച്ചായിരിക്കും നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം ഈ ഇതിലേക്ക് ആദ്യം ഇങ്ങനെ കടന്നു വന്നപ്പം ഈ പറഞ്ഞ പോലെ പതറിച്ച ഉണ്ടായില്ല. കാരണം നമ്മുടെ സ്വന്തം വീട് എങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ ഓരോ വീടും സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം പലപ്പോഴും മുമ്പ് പറയുന്ന പുതിയതായിട്ടൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരാള് പക്ഷെ അവരുടെ കയ്യിൽ ആൻസെസ്ട്രലായിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടാവും, എന്തെങ്കിലും കട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദിവാനോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്ലേസ്മെന്റ് ഒരു ഇന്റീരിയർ ഡിസൈനറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എളുപ്പം ഇതാവില്ലേ? അതെ. അപ്പം നമ്മളിപ്പോൾ ഒരു മോഡേൺ കളർ തീം കൊടുത്തിട്ട് ഫർണിച്ചർ അതിനനുസരിച്ചുള്ളത് കൊടുത്തില്ലെങ്കിൽ നന്നാകുകയില്ല. അപ്പം നമ്മുടെ രീതിയിൽ പഴയ സംഗതികൾ ഇപ്പം തേക്കിൻ്റെ കട്ടില്, ടീക്വുഡിൻ്റെ സോഫാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റൂം ഒരു മോഡേൺ ടച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ റൂം സെറ്റ് ചെയ്യണം. ബാക്ക് ടു ഇത് സോളി ഇതിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇപ്പൊ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് എങ്ങനെയായിരുന്നു സോളി ഇതിലേക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു മാജിക് ടച്ച് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ എന്തായിരുന്നു? ഫ്രണ്ട്സും നല്ല സപ്പോർട്ടായിരുന്നു. അതായത് എനിക്ക് പറ്റും എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ട് ക്ലയൻസ് എങ്ങനെയാണ് ആദ്യം വന്നത്?
ആക്ച്വലി ഞാൻ ചെയ്ത വർക്ക് കണ്ടാണ് കൂടുതൽ ക്ലയൻസും വരുന്നത്. ഇപ്പം ഏതൊരു സ്ഥലത്തും ഇപ്പം നമ്മൾ ഒരു ക്ലയന്റുമായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യും, ഞാൻ ചെയ്ത ഈ വർക്ക് കാണാം, ഇന്ന സ്ഥലത്ത് കാണാമെന്ന്. അത് കണ്ടു കഴിഞ്ഞാണ് അവർ കൂടുതലും ചെയ്താൽ മതി എന്നുള്ളത് നമ്മളും അതിനുള്ള അവസരം കൊടുക്കും. കാരണം എങ്ങനെ ചെയ്യുമെന്ന്, അതായത് നമ്മളൊരു വീട് വെക്കുമ്പോഴും നമ്മൾ അതിനു മുമ്പ് പല സംഗതികൾ ചെന്ന് കാണും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയും, ഞാൻ ചെയ്ത വർക്ക് ഇവിടെ അടുത്തുണ്ട്, അപ്പൊ അത് കാണാന്ന് പറയും. അപ്പം അങ്ങനെ അവരത് കണ്ട് ആ ക്ലയൻസുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അവർക്കും ചെയ്തു കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ്, അതായത് വർക്ക് കാണിച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത വർക്കിലേക്ക് കടന്ന് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് പോകുന്നത്. ഇപ്പം വീടുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ പിന്നെ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വീടുകൾ ചെയ്തിട്ടുണ്ട്, ഫ്ലാറ്റ്സ്, പിന്നെ ഷോപ്സ്, അങ്ങനെ എല്ലാം. അതായത് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നവര് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഉറപ്പുണ്ട്, അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കും. അതെ. ഇതിലിപ്പം ഇന്റീരിയർ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് എങ്ങനെയാണ് നമ്മൾ സെൽഫായിട്ട് കുറെ കൂടി എന്താ പറയാ അപ്ഡേറ്റ് ചെയ്ത് വരുത്തുന്നത് എങ്ങനെയാണ്? അതായത് ഒരു ഇന്റീരിയർ ഡിസൈനർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച സംഗതി കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒത്തിരി മാഗസിൻസ് ഉണ്ട്, നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? ഹലോ, ആരാ സംസാരിക്കുന്നത്? ലക്ഷ്മി, ചോദിച്ചോളൂ. ഹലോ ലക്ഷ്മി. മാഡം, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണ്? പുറത്ത് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഏത് കളറാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പുറമേയുള്ള കളേഴ്സ് വീടുകൾക്ക് കൂടുതലും ഇപ്പം ആൾക്കാർ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് നാൾ മുമ്പ് ഭയങ്കര ഡാർക്ക് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്, ഇപ്പം ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കൂടുതലും ഇപ്പം വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് പല വീടുകളും. കാരണം അടുത്തെല്ലാം വൈറ്റാണ്, അപ്പം അതെന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് എല്ലാ വീടും വൈറ്റാണ് വെക്കുന്നത്. അടുത്തുള്ളതെല്ലാം വൈറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ക്രീം ഇല്ലെങ്കിൽ ലൈറ്റ് പീച്ച് ഇതൊക്കെ കൊടുക്കുക. ഇപ്പം ഓട് വെച്ച വീടാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഡാർക്ക് കളേഴ്സ് കൊടുക്കുക. ചെറിയ ബോർഡറുകൾ ഉണ്ടെങ്കിൽ അതിന് ഡാർക്ക് കളേഴ്സ് കൊടുക്കുക. താങ്ക് യു ഫോർ കോളിംഗ്. അതെ, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒത്തിരി മാഗസിൻസുകളൊക്കെ ഉണ്ട്, അത് വായിക്കുക, ഓരോരുത്തരുടെ ആർട്ടിക്കിൾ വായിക്കുക. പിന്നെ നമുക്ക് ഏതൊരു സംഗതിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം. പിന്നെ നമ്മൾ മാർക്കറ്റിൽ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി കാണുക, അതെന്താണെന്ന് മനസ്സിലാക്കുക, അതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു സംഗതി വെറുതെ വായിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർ ചെയ്ത വർക്ക്സ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. കണ്ട് പല സംഗതികളും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട്. കാരണം ഇപ്പം ഞാൻ ചെയ്തതും വേറൊരാൾ ചെയ്തതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആക്ച്വലി ഒരു വർക്ക് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ക്ലയന്റിന്റെ ബഡ്ജറ്റ്, അപ്പൊ ആ ബഡ്ജറ്റിലേക്ക് നമുക്ക് എന്തൊക്കെ സംഗതികൾ പുതുതായിട്ടുള്ളത് കൊണ്ടുവരാം എന്ന് നമ്മൾ ആദ്യം ആലോചിക്കും. അത് കഴിഞ്ഞാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു നല്ലൊരു പാഷൻ വേണം, ഒരുപാട് ഡെഡിക്കേഷൻ വേണം. അപ്പം ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ, ഇപ്പം എല്ലാവരും വർക്കിന് പോകാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞ പോലെ കുട്ടികളുടെ ഇതുണ്ടാവും, ആ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ പഠിത്തമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വീട് മാറി ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഇത് യു ക്യാൻ ഓൾവേസ് വർക്ക് ഫ്രം ഹോം അല്ലേ? ഹോമിൽ വെച്ചല്ല നമ്മളിപ്പം, അല്ല ഞാൻ പറയുന്നത് സെപ്പറേറ്റ് ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടികളൊന്നും വലുതായി കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഒരു പക്ഷെ അവർ എന്താ പറയുക 10th ഒക്കെ കഴിഞ്ഞ് കോളേജിൽ ഇനി പോകണം. അപ്പൊ കൂടുതൽ ടൈം സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പീരിയഡ് ഉണ്ടല്ലോ, ഒരുപാട് അറ്റൻഷൻ വേണ്ടാത്ത. ശരിക്കും അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് പറ്റിയ ഒരു എന്താ പറയുക ഒരു ഫീൽഡാണ് അല്ലേ? ഒരു സ്ത്രീകൾക്ക് പറ്റിയ ഫീൽഡാണ്. അതിന്റെ കൂടെ നമുക്ക് അതിനോടൊരു പാഷൻ വേണം, അതിനോടൊരു ഡെഡിക്കേഷൻ വേണം. നമുക്ക് അത് ഇപ്പൊ സപ്പോസ് നമ്മൾ ഏതൊരു ജോലിയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാഗ്രഹം എനിക്ക് പണം സമ്പാദിക്കുക എന്ന്, ആ ഒരു മെന്റാലിറ്റി പാടില്ല. കാരണം നമുക്ക് അതിനോട് സ്നേഹിച്ച് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്റെ വർക്ക് കൊണ്ട് ഞാൻ തൃപ്തിയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇല്ല ഞാനിപ്പോ വേറൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഹാപ്പി അല്ലാതായി പോകും. അങ്ങനെ ഇതുപോലെ വർക്ക് ചെയ്ത് അവർ പണം കൂടുതൽ സമ്പാദിക്കുന്നു, അങ്ങനെ ചില മൈൻഡ് വന്നു പോയാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഹാപ്പിയാണെങ്കിൽ ഏതൊരു സ്ത്രീക്കും
പറ്റുന്ന ഒരു ജോലിയാണ്. കാരണം എല്ലാ വീട്ടമ്മമാർക്കും ഒരു ഇതുണ്ടല്ലോ, ഒരു വീട് ഒന്ന് മിനിമം സെറ്റപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ ചിലവരുണ്ട് അതേ കുറച്ച് മിനിമം സാധനം വെച്ച് വളരെ മനോഹരമായിട്ട് വീട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവർക്ക് ഉള്ളിൽ ഇന്നേറ്റ് ആയിട്ട് ഒരു ഫ്ലെയർ ഉണ്ട്. അതിൻ്റെ ആ ഫ്ലെയർ ഉള്ളവർ അത് തിരിച്ചറിഞ്ഞ് അല്ലേ. ഇപ്പം സപ്പോസ് ഇന്റീരിയർ ഡിസൈനിങ് മാത്രമല്ല, ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ ഒത്തിരി ജോലികളുണ്ട് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട്. നമുക്ക് ഒരു ഇൻബോൺ ഒരു ക്യാരക്ടർ അതുണ്ട്. അത് നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കണം, അത് പുറമെ കൊണ്ടുവരാൻ നോക്കണം. അതിനുള്ള സെറ്റ് എക്സാമ്പിൾ ആണ് സോളി. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ ഹലോ ആരാ സംസാരിക്കുന്നേ? ഇത് മലപ്പുറത്ത് നിന്നാ വിളിക്കുന്നത്. ആരാ സംസാരിക്കുന്നേ? ഷഹന പേര്. ഷഹന സോളി എടുത്ത് ചോദിച്ചോളൂ. ഹലോ ഷഹന. ഷഹന പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെക്കണേ, എന്നിട്ട് ചോദിച്ചോളൂ. ഞങ്ങളുടെ പഴയ വീടാണ്. ഓക്കെ പഴയ വീടാണ്. അപ്പൊ അതൊന്ന് മോഡിഫൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? പഴയ വീടാണെങ്കിൽ നമ്മുടെ ഫർണിച്ചർ ഷോപ്പുകളാണ്, ബാക്കില് റൂമിനായിട്ടാണ്. അപ്പൊ പിന്നെ പഴയ ഷോപ്പുകളൊക്കെ ഫ്രണ്ടിലുള്ളത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് വീട് റിനോവേഷൻ ചെയ്യാനാണോ? ഹലോ ഷഹന, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം കുറയ്ക്കൂ. ഹലോ പറഞ്ഞോളൂ. വീട് പഴയ വീടാണ്. അപ്പൊ അതൊന്ന് മോഡിഫൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? അതായത് നമ്മൾ പഴയ പെയിന്റ് മാറ്റാൻ പറ്റും, ഫർണിച്ചറുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തൊക്കെ സംഗതികളാണ് അതിലുള്ളതെന്ന് നമുക്ക് കാണാതെ പറയാൻ പറ്റുകയില്ല. കാരണം പഴയ വീടെന്ന് പറയുമ്പോൾ ഒത്തിരി പഴയ സാധനങ്ങളുണ്ട്. നമ്മളൊരു പഴയ വീട് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പം സോഫാസ് ഒക്കെ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഉള്ള സോഫ തന്നെ അതിൻ്റെ കുഷൻ കവറൊക്കെ മാറ്റിയിട്ട് അങ്ങനെ രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ പഴയ കർട്ടൻസ് ഒക്കെ മാറ്റാം, പഴയ ബെഡുകളൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മൾ പഴയ ബെഡുകളൊക്കെ പല രീതിയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. ഹലോ, ഇന്റീരിയർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഹലോ, ഇന്റീരിയർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഷഹന ഇപ്പം ഇവിടെ നമ്പർ കാണിക്കുന്നുണ്ട്. നമ്മള് ആ നമ്പർ നോട്ട് ചെയ്തെടുക്കുക. പ്രോഗ്രാമിന് ശേഷം സൂളിയായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് അനുസരിച്ച് പഴയ വീടുകളാകുമ്പോൾ അതിന് പണി കുറെ കൂടുതലായിരിക്കും. പഴയ വീടുകളായിരിക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് ചിലപ്പം എത്തുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഴയ വീട്ടിലിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാം അതിനെപ്പറ്റി ഒരു പ്ലാൻ വേണം. അത് കഴിഞ്ഞ് അവിടെ എന്തൊക്കെ കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി നമുക്കൊരു പ്ലാൻ വേണം. അതെ. പിന്നെ പഴയ ലൈറ്റ് ഫിറ്റിംഗ്സ്, ഇപ്പം ഒത്തിരി പഴയ വീടുകളാണെങ്കിൽ വയറിംഗ് ഒക്കെ കൺസീൽഡ് അല്ലായിരിക്കും. അപ്പം ആ വയറിംഗ് ഒക്കെ മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള പഴയ വീട് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ കുറച്ച് ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് വെച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഇതിനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒതുക്കി ചെയ്യാൻ പഴയ വീട്ടില് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ സംഗതികൾ റീയൂസ് ചെയ്യാം അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പഴയ വീട് നോക്കേണ്ടത്. ഏറ്റവും വലിയ ഇതാണ് ഈ ഫ്ലാറ്റ് ആണോ അതോ ഈ പറഞ്ഞ പോലെ നമ്മൾ വീടുകൾ ചെയ്യുമ്പോഴാണോ? ഏറ്റവും പുതിയ വീടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പഴയ റെനോവേഷൻ അല്ല ഞാൻ പറയുന്നത്. പുതിയ വീടുകൾ ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ചെയ്യുമ്പോഴാണോ ഏറ്റവും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നത് എവിടെയാണ്? രണ്ടിടത്തും ഒരുപോലെയാണ്. നമുക്ക് ഇപ്പം വീടുകളാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം മുതലേ അതിൽ ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ഐഡിയാസ് പറയാൻ പറ്റും. ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ള പരിമിതിയിലാണ് നമ്മൾ കൂടുതൽ ഐഡിയാസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ചലഞ്ചിങ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് സ്ത്രീകൾക്ക് ആക്ച്വലി ഇതിലോട്ട് വരാൻ പറ്റും. അവരുടെ ഉള്ളിൽ വേണ്ടത് ഒരു പാഷനാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യണം നന്നായിട്ട്. പിന്നെ ഈ വർക്കേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് സോളിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ സോളിക്ക് വളരെ ഒരു ഭാഗ്യം ഉണ്ടായത് വർക്ക് ചെയ്ത ആൾക്കാർ അവരുടെ എത്രമാത്രം ഒരു കേപ്പബിൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു ഗ്രൂപ്പിനെ കിട്ടി എന്നുള്ളതാണ് അല്ലേ. അതെ. പിന്നെ നമ്മൾ വർക്കേഴ്സുമായിട്ട് ഇടപെടുന്ന നമ്മുടെ രീതി അനുസരിച്ചായിരിക്കും വർക്കേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ നമ്മൾ അവർ പറയുന്നത് കേൾക്കണം.
കേൾക്കണം. അവരെന്താണ് പറയുന്നത് എന്ന് നമ്മൾ ആദ്യം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഒരു പ്രോജക്റ്റ് സോളിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആദ്യം ഈ വർക്കേഴ്സുമായിട്ടിരുന്ന അവരുമായിട്ടൊരു ചർച്ച ചെയ്യാറുണ്ടോ, അല്ല നേരിട്ട് ഒരു വർക്ക് അങ്ങ് ചെയ്യിപ്പിക്കുകയാണോ? ഇല്ല, അവരുമായിട്ട് ചർച്ച ചെയ്യാറില്ല. കാരണം നമ്മൾ തന്നെ ഡ്രോയിങ് എല്ലാം നമ്മൾ പ്രിപ്പയർ ആക്കി കഴിഞ്ഞ് ലാസ്റ്റ് വർക്ക് തുടങ്ങുമ്പോൾ അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കും. അതനുസരിച്ച്, കാരണം ഇതൊരു ടീം വർക്ക് ആണല്ലോ. കാരണം എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ അതിൽ വളരെ നന്നായിട്ട് വരുമ്പോൾ മാത്രമാണല്ലോ അതൊരു ഇത് വരുന്നത്. മെയിൻ ഐഡിയ സോളിയുടെ ആണെങ്കിൽ പോലും ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എവിടെയാണ്, അതൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്ന സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കണം എല്ലാവരും എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബാക്ക് ടു ഫാമിലി. ഇപ്പം പറഞ്ഞ ഹസ്ബൻഡ് മെർച്ചന്റ് നേവിയിലാണ്. അപ്പം അദ്ദേഹം ഇവിടെ അധിക സമയം കാണാറില്ല. വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റിലൊക്കെ ഇൻവോൾവ് ആവാറുണ്ട്? വരുന്ന സമയത്ത് എന്റെ കൂടെ വരാറുണ്ട്, പ്രോജക്ട്സ് കാണാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കാരണം ചീഫ് എഞ്ചിനീയറുമാണ്. പല കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട്. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയാറുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെയും അതും പറയാറുണ്ട്. പറഞ്ഞു മദറിൻലോയും ഫാദറിൻലോയും ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന് പറയും. മദറിൻലോ എങ്ങനെയാണ് ഈ സപ്പോർട്ട് കിട്ടിയത്? മദറിൻലോ വളരെ ഒരു സ്ട്രെങ്ത് ആണല്ലോ. എങ്ങനെ? അമ്മ ആക്ച്വലി സയന്റിസ്റ്റ് ആണ്. ശരി. അതെ, പിന്നെ കുറച്ച് പ്രോജക്റ്റുകൾ അങ്ങനെ ചെയ്യാറുള്ളതാണ്. അപ്പം ഇങ്ങനെ പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്നതിനോടൊന്നും താല്പര്യമില്ലാത്തതാണ്. അത് വലിയ കാര്യമാണ്. അതെ, അപ്പം ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പം വൈഫ് ഹൗസ് വൈഫ് ആയിരിക്കണം എന്നുള്ള ഹസ്ബൻഡിന് ആഗ്രഹം ഉണ്ടെങ്കിലും അമ്മ ഇങ്ങനെ പുറകിൽ പഠിക്കാനുള്ള സപ്പോർട്ട് തരുമായിരുന്നു. അപ്പം അമ്മ പറയുമ്പോ മോന് കേൾക്കാതിരിക്കാൻ നോക്കില്ലല്ലോ. അതെ, പിന്നീട് മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം ഹസ്ബൻഡും പറഞ്ഞു ഇങ്ങനെ വെറുതെ ഇരുന്ന സമയം കളയണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഇതിലേക്കാണ് ഒരു പാഷൻ കണ്ടെത്തി പഠിച്ച്. മക്കളെങ്ങനെയാണ്? മക്കള് അവരെന്താ ചെയ്യണേ? മൂത്തയാള് 10th, രണ്ടാമത്തെ ആള് 5th. മക്കളിപ്പം മോളാണ്, രണ്ടുപേരും മക്കളാണ്. ഇപ്പം ഏതൊരു ബിസിനസ് നടത്തുന്ന ഏതൊരാൾക്കും അവരുടെ മക്കൾ ഇതിലേക്ക് വരണമെന്ന് ചെറിയൊരു ആഗ്രഹം കാണും. അങ്ങനെ നമുക്ക് ആർക്കായാലും ആഗ്രഹം കാണും. പക്ഷെ അങ്ങനെ പിള്ളേരെ നിർബന്ധിക്കുന്നില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കും. തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല. കാരണം പലപ്പോഴും ചെയ്യുന്നത് ഇന്ന് നമ്മൾ കാണുന്നൊരു ട്രെൻഡ് തന്നെ അതാണ്. ഒന്നുകിൽ കുട്ടികളെ ഡോക്ടേഴ്സ് ആക്കി അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആക്കി. പക്ഷെ എന്തെല്ലാം ഇന്ന് ഈ പറഞ്ഞ പോലെ എന്തെല്ലാം തരത്തിലുള്ള ജോലിയാണ് ഇന്ന് ഉള്ളത്. അപ്പൊ അതിന് അവരുടെ ടേസ്റ്റിനനുസരിച്ച് വിട്ടുകൊടുത്താൽ, ഇപ്പം ഇലക്ട്രോണിക്സ് എടുത്ത ആളാണ് ഇത്രയും വളരെ നല്ല രീതിയിൽ മാജിക് ടച്ച് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത് പറയാൻ പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ആക്ച്വലി എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അങ്ങനെ ഒരു ഇതാണ്. അപ്പം ആക്ച്വലി ഞാനും അതിലേക്ക് വരാനുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിലേക്കാണ് വന്നത്. അതെ. അതിൽ ഏറ്റവും എന്താ പറയാ, അതിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? എന്നുവെച്ചാൽ ഇത് എങ്ങനെ, അതായത് ഇന്റീരിയർ ഡിസൈനർ ആയപ്പോൾ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാപ്പിനെസ് എന്താണ്? നമുക്ക് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതായത് ആരുടെയും കീഴിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പ്ലാനിനനുസരിച്ച് നമ്മുടെ ടൈമിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെയിൻ പോയിന്റ്. സപ്പോസ് എൻ്റെ ഫാമിലിക്ക് എന്നെ ആവശ്യമുണ്ട്, എൻ്റെ മക്കൾക്ക് എന്നെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വർക്കേഴ്സിന് എന്നെ ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ സമയം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് മക്കൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ സമയത്ത് അമ്മ ഇല്ല എന്നൊരു തോന്നൽ അവർക്ക് വരാൻ പാടില്ല. അതെ, അതിനനുസരിച്ച് നമുക്ക് നമ്മുടേതായ സമയം സെറ്റ് ചെയ്ത് നമുക്ക്. അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഒരു വലിയൊരു കഴിവാണ് ഈ മൾട്ടി ടാസ്കിങ്. അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ്ങിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ പോലെ മൾട്ടി ടാസ്കിങ് വീട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ജോലിയും കൂടെ ഏറ്റെടുക്കുമ്പോൾ അതിൽ അവിടെ വേറൊരു ലെവലിലുള്ളൊരു ഇതാണ് നടക്കുന്നത്. കാരണം ഈ ജോലിക്കാരെ എല്ലാവരെയും, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അവരെയും വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. അവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു മാനിപ്പുലേഷനും മൾട്ടി ടാസ്കിങ്ങും തന്നെയാണ് അവിടെയും നടക്കുന്നത് അല്ലേ? അതിലും നമ്മൾ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതെ, കാരണം ഓരോ ദിവസവും എന്താ പറയുക വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം. ഓരോ പ്രോജക്റ്റ് എടുക്കുമ്പോഴും അതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അല്ലേ? വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സോളിയെ നമുക്കൊരു എന്താ പറയുക എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് പല സ്ത്രീകൾക്കും ഇതിലേക്ക് കടന്നു വരാൻ പറ്റും. ഉള്ളി തെങ്ങ് സോളി പറഞ്ഞ പോലെ നല്ല പാഷൻ വേണം. പിന്നെ നമുക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ 24 hours എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ വെറുതെ വീട്ടിലിരുന്നാലും നമ്മൾ ചെയ്യുന്ന പണികൾ തന്നെ ഒരു വർക്കിംഗ് ലേഡിയും ചെയ്യാറുള്ളൂ. അതായത് അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ടൈമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു സന്തോഷമാണ്. ദിസ് ഇസ് കോൾഡ് ടൈം മാനേജ്മെന്റ് അല്ലേ? അതായത് വീട്ടുകാരെയും ഒരുപോലെ അതുപോലെ ക്ലയൻസിനെയും
പറയുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും എല്ലാവരെയും ഒരുമിച്ച് സന്തോഷത്തോടെ കൊണ്ടുപോകുന്നതിന് അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം. അതെ, പിന്നെ നമ്മൾ ഒത്തിരി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഈവൻ സപ്പോസ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ പഠിച്ചതാണ്. എന്ത് കാര്യം നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്ത് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകാതിരിക്കും. ഇപ്പൊ ഒരാളെ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വർക്ക്, അല്ലെങ്കിൽ മക്കളുടെ കാര്യം, അങ്ങനെ എന്ത് കാര്യമായാലും നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു ചാർട്ട് ഔട്ട് ചെയ്യുക. ഇത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. വളരെ നല്ലൊരു കാര്യമാണ് ഈ പറഞ്ഞത്. മിൽക്ക് വേയിൽ ഒരുപാട് നല്ല പ്രോജക്ട്സും വളരെ ഇതിനേക്കാളും നല്ല നല്ല നിലയിൽ സോളിയുടെ മാജിക് ടച്ച് ഇന്റീരിയേഴ്സ് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ടോപ്പിക്കുമായി. ടിൽ ദെൻ ടേക്ക് കെയർ.